നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാറ്റാ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാറ്റാ സമരത്തിൻ്റെ അവശേഷിപ്പുകൾ, സമരം ജന്തർ മന്ദറിലെ സമരം കഴിഞ്ഞു വീണ്ടും വരുമെന്ന് പാറ്റകളുടെ ഭീഷണികൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ സമരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഈ പാറ്റാ സമരം അടിസ്ഥാനപരമായിട്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയായിരുന്നു എന്നുള്ള ഭാവത്തിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അതൊരു വലിയ കലാപത്തിൻ്റെ രൂപം കൈക്കൊള്ളുന്നത് നാം കണ്ടതാണ്. തത്വമൈ ന്യൂസ് തന്നെ പല വിശകലനങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അതിലുമൊക്കെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമാണ് ഇന്ന് ഓട്ടപ്രദക്ഷിണം ചർച്ചയ്ക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ വിശകലനത്തിനായി കയ്യിലെടുക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമരത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ നിയമപാലന സംവിധാനത്തെയും നിയമപാലകരെയും സൈന്യത്തെയും കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് അവരുടെ മനോവീര്യം തകർക്കുക, അവരെ പ്രതി, അതായത് നമ്മുടെ നിയമപാലകരെയും കുറിച്ച് പോലീസുകാരെ, പോലീസ് സംവിധാനത്തെ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ, സൈന്യത്തെ പ്രതി സാധാരണ ജനങ്ങളുടെ മനസ്സിലൊരു വെറുപ്പുണ്ടാക്കുക. ഇതേ ഒരു പ്ലേ ബുക്ക്, ഇത്തരത്തിലുള്ളൊരു യുദ്ധതന്ത്രം അല്ലെങ്കിൽ ഒരു ഗൂഢനീതിയെന്നോ ഒരു വൃത്തികെട്ട തന്ത്രം അമേരിക്കയിൽ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ നാം കണ്ടതാണ്. ഡീഫണ്ട് പോലീസിന് അനുവദിക്കുന്ന ഫണ്ടുകളെല്ലാം നിർത്തിവെക്കുക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ഇന്തോനേഷ്യയിൽ കണ്ടതാണ്, നേപ്പാളിൽ കണ്ടതാണ്, ബംഗ്ലാദേശിൽ കണ്ടതാണ്, യൂറോപ്പിൽ പ്രത്യേകിച്ച് ലണ്ടനിലും പാരീസിലും കണ്ടതാണ്. പോലീസുകാരെ ക്രൂരന്മാരായി കാണിച്ച്, സൈന്യത്തെ ക്രൂരന്മാരായി കാണിച്ച്, അല്ലെങ്കിൽ സൈന്യത്തെക്കുറിച്ച് വിവിധ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് സൈന്യത്തിൻ്റെ മനോവീര്യം തകർക്കുക, സൈന്യവും ജനവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുക, ജനത്തിൻ്റെ മനസ്സിൽ സൈന്യത്തെ പ്രതിയും നിയമപാലന സംവിധാനത്തെ പ്രതിയും ഒരു വെറുപ്പുളവാക്കുക, അല്ലെങ്കിൽ ഒരു അതൃപ്തി ഉളവാക്കുക. അത്തരത്തിലുള്ള ശ്രമങ്ങൾ പാറ്റാ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലും നടന്നിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെറുതെ പറയുകയല്ല. 400-ന് മുകളിൽ എണ്ണം പറയാവുന്ന പാകിസ്ഥാനി അക്കൗണ്ടുകൾ, പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന അക്കൗണ്ടുകൾ പാറ്റാ സമരത്തിൻ്റെ സമയത്ത് ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ സക്രിയരായിരുന്നു, സജീവമായിരുന്നു എന്നുള്ളത് ഡൽഹി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേ ഹാൻഡിലുകൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും വ്യാജ വാർത്തകൾ നിർമ്മിക്കുവാൻ ഒരുങ്ങി നിന്നിരുന്നു, അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ തുടരെ നിർമ്മിച്ചിരുന്നു. ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ആ ഹാൻഡിലുകൾക്ക് ഡൽഹി പോലീസ് കൃത്യസമയത്ത് തന്നെ തടയിട്ടിരുന്നു. പക്ഷേ ഭാരതത്തിനുള്ളിലും ചില ദേശവിരുദ്ധ ശക്തികൾ ഈ പാകിസ്ഥാനി ഹാൻഡലർമാരോ അവരുടെ വൈദേശികരായിട്ടുള്ള പിന്തുണക്കാരോ അല്ലെങ്കിൽ മുതലാളിമാരോ ഉടയോന്മാരോ എന്ത് പേരിൽ വിളിച്ചാലും ആ ശക്തികൾ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിയമപാലന സംവിധാനത്തെ കൃത്യമായി ലക്ഷ്യം വെച്ച് അവരെ പ്രകോപിതരാക്കുവാൻ ശ്രമിച്ചിരുന്നു, അസഭ്യം പറഞ്ഞിരുന്നു, അവരെ ഏത് സമയത്തും അവരെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ അവരുടെ അടുത്തേക്ക് പെൺകുട്ടികളെ അയച്ച് അവരെ പ്രകോപിതരാക്കി, പെൺകുട്ടികളുടെ മേൽ പുരുഷ പോലീസുകാരെ കൊണ്ടോ അല്ലെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ അംഗങ്ങളെ കൊണ്ടോ ഏതെങ്കിലും തരത്തിലൊന്ന് കൈവെപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഹീനമായ ഭാഷയിൽ അവരെ അധിക്ഷേപിച്ചിരുന്നു, പോലീസ് വാഹനങ്ങൾ തകർക്കുവാൻ ശ്രമിച്ചിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി പ്രേക്ഷകരെ ഒന്ന് പെട്ടെന്ന് കാണിക്കാം, ഒന്ന് കണ്ടിട്ട് വരൂ. टॉयलेट के लिए और लाल बाथरूम के लिए। नमस्कार, मैं नेहा भारती और आप ये लोग देख रहे हो मेरे पीछे इतने सारे हैं ना, ये वही नामर्द हैं जिन्होंने कल लोगों को मारा है, वही नपुंसक है ये सारे। बसंती इन कुत्तों के सामने मत नाचना।
सर आज सुनने में आया है, आज प्रोग्राम नहीं है, ऐसा कुछ नहीं है। बकिंगम पैलेस पर जो जवान खड़े रहते हैं ना एकदम स्ट्रेट, कुछ एक्सप्रेशन नहीं देते, वैसे हो गए हो आप लोग। इसको मजबूरी का नाम दे दूं मैं, या आप उस घड़ी देख रहे हो कब घड़ी का कांटा घूमे, कब बगल वाले लड़के को मैं पकड़ूं। इसी से तुमने मेरे पिछवाड़े सेके थे ना, अब अपना पिछवाड़ा तुम बचा के चलना मुझसे। दो लेके आई हूँ। घर पे जाके बच्चों को बताना पापा ने बहुत अच्छा काम किया है, बच्चों को मार के हंस रहे हो, प्राउड महसूस करना, प्राउड। आप काम खाता वो कर रहे हैं, अभी काम का होने नहीं देने। कौन चेकिंग कर रहे हैं बताओ तो। आपने रोक के रखिए। कौन चेकिंग कर रहे हैं? वहाँ पे कोई बैठा हुआ है? तो सरदार जी वहाँ से वो बैठे हुए हैं, वो भी कर रहे हैं। अच्छा, सरदार जी ने देखो बोला उनको कुछ नहीं पता कौन चेक कर रहा है। आप अपने सीनियर्स को बुलाइए, आप सीनियर्स को बुलाइए, यहाँ पे कोई चेकिंग नहीं हो रही है। दिल्ली पुलिस बैग्स अंदर घुसते दे रही है। हटेंगे कुछ भी अगर होता है तो दिल्ली पुलिस उसके लिए सीधे तौर पे जिम्मेदार होगी। तालियां इसलिए बजाई जा रही है क्योंकि मार पिटाई करके ना काम करके आ रहे हैं। ये बहन के लोड़े पुलिस वाले, ये बहन के लोड़े मार रहे हैं। ये रंग बिरंगी वाली गाड़ी, रंग बिरंगी वाली गाड़ी ने इसमें से निकाला मस्त है। टीयर गैस ने फुट मार दी भाई हमारी। मेरा पूरा मुंह जल रहा है, इधर ये सारी चीजें जल रही है यार। दिल्ली पुलिस, बीजेपी, इंडियन आर्मी, माँ की शू हमारी। बीवियों को अपनी बहनों को पास सुलाते हैं, तभी इनके बच्चों को एग्जाम में पास किया जाता है। ദൃശ്യങ്ങൾ കണ്ടല്ലോ. ഈ ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് ചില വസ്തുതകൾ ഇപ്പോൾ വെളിവായി വരികയാണ്. കൃത്യമായി പ്രകോപനമുണ്ടാക്കി പോലീസുകാരെ കൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിപ്പിച്ച് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ കോടതികളിൽ നിന്ന് വിധികൾ സമ്പാദിച്ച് പോലീസ് ഫോഴ്സിനെ നിർവീര്യമാക്കുക, കുറച്ചു കാലത്തേക്കെങ്കിലും ഇനി പോലീസ് സംവിധാനത്തെ തന്നെ നിർവീര്യമാക്കുക. ഇത്തരത്തിലുള്ള കലാപങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുവാനുള്ളൊരു പദ്ധതി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ കലാപങ്ങൾ ജൂലൈ 20 ഒരു ട്രയൽ റണ്ണായിരുന്നു, ഒരു എന്താ പറയുക, ഒരു സാമ്പിളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് നിരവധി കലാപങ്ങൾ ഈ പാറ്റാ പാർട്ടികളും അവരുടെ പിന്നിലുള്ള ശക്തികളും ആസൂത്രണം ചെയ്തിരുന്നു എന്ന് വേണം കരുതാൻ. ആ സമയങ്ങളിൽ അത്തരം കലാപങ്ങൾ അവർ നടപ്പാക്കുന്ന വേളയിൽ പോലീസുകാർ അല്ലെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മനോവീര്യം നശിച്ച നിലയിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അഥവാ അവർ പ്രവർത്തിക്കുവാൻ മുതിർന്നാൽ തന്നെ നാട്ടുകാരുടെ ഇടയിൽ അവരുടെ പ്രതി അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ, ഭാരതീയർക്കിടയിൽ അവരുടെ മനസ്സിൽ പോലീസ് സംവിധാനങ്ങളെ പ്രതി ഒരു വലിയ വെറുപ്പ് സൃഷ്ടിക്കുക. കാരണം എല്ലാ വീട്ടിലും കുട്ടികളുണ്ട്, കുട്ടികളെ മർദ്ദിക്കുന്നു, പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നുള്ള ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചെടുത്താൽ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ നടന്നു എന്ന് കുറേ പേരെങ്കിലും വിശ്വസിപ്പിക്കുവാൻ സാധിച്ചാൽ പോലീസ് ഫോഴ്സിനെ പ്രതി, പോലീസ് സംവിധാനങ്ങളെ പ്രതി, പോലീസ് സേനയെ പ്രതി ഭാരതീയരുടെ മനസ്സിൽ, കുറേ പേരുടെ മനസ്സിലെങ്കിലും ഒരു വെറുപ്പുണ്ടാകും. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും ഉയർന്നു വരും. ഒപ്പം തന്നെ ഈ മലയാള മാധ്യമങ്ങളെപ്പോലുള്ളവർ, ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിലും മീഡിയ വൺ ആണെങ്കിലും കൃത്യമായിട്ട് ഇവരുടെ ഈ വ്യാജയാഖ്യാനങ്ങൾ കയ്യിലെടുത്ത് അവ പ്രചരിപ്പിക്കുന്നതിൽ ഒട്ടും പിന്നോക്കം നിന്നിരുന്നില്ല. വളരെ ആവേശത്തോടു കൂടിയാണ് ഈ വ്യാജ ഹാൻഡിലുകൾ പാകിസ്ഥാനിലിരുന്ന് ചെയ്യുന്നതിൻ്റെ അത്രയും തന്നെയോ അല്ലെങ്കിൽ അതിലൊരുപടി മുന്നോട്ട് പോയോ ഉള്ള ആവേശത്തിലാണ് മലയാള വാർത്താ മാധ്യമങ്ങൾ ഈ പോലീസിൻ്റെ ക്രൂരത എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചത്. പോലീസ് വിദ്യാർത്ഥികളെയും ഈ ഗുണ്ടകളെയും കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായതിനു ശേഷമാണത് സംഭവിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഒരു പടി കൂടി കടന്ന് രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത് സൈന്യത്തെ ഇവർ കൃത്യമായി ലക്ഷ്യം വയ്ക്കുമ്പോഴാണ്. രണ്ട് രീതിയിലാണ് ഇവർ സൈന്യത്തെ ആക്രമിച്ചിരുന്നത്.
സൈന്യത്തിൻ്റെ വക്താവ് നരേന്ദ്രമോദിയോട് പറയുന്നത്, താങ്കൾ നിർദ്ദേശിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാൻ സൈന്യത്തെ മുഴുവൻ വിന്യസിച്ചു കഴിഞ്ഞു, ഇവരെ നമുക്ക് അടിച്ചമർത്തണം, ഞെരിച്ചമർത്തണം, തകർത്ത് കളയണം, പൊടിച്ചു കളയണം, ഓരോരുത്തരെയായി വേട്ടയാടി പിടിക്കണം, അതിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു വ്യാജ ഫേക്ക് AI വീഡിയോ ഇവർ പ്രചരിപ്പിച്ചിരുന്നു. മറുവശത്ത് ഭാരതീയ സൈന്യത്തിൻ്റെ നിരവധി ഉദ്യോഗസ്ഥന്മാർ ഒരു വീഡിയോ മുഖമൊക്കെ മറച്ച് ഭാരതീയ സൈന്യം നരേന്ദ്രമോദിയോടൊപ്പമല്ല, ഈ സമരക്കാരോടൊപ്പമാണെന്നുള്ള ഒരു വീഡിയോ പ്രചരിപ്പിക്കുക. ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആശയക്കുഴപ്പം ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുക. ഈ സൈനിക വക്താവ് പറയുന്ന ഇവരെയൊക്കെ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം, വേട്ടയാടി പിടിക്കണം, ഞെരിച്ചമർത്തണം, പൊടിച്ചു കളയണം എന്നൊക്കെ പറയുന്ന വീഡിയോ അത് സൈന്യത്തെ പ്രതി ഒരു വെറുപ്പുണ്ടാക്കും. മറുവശത്ത് സൈന്യം ഈ പ്രക്ഷോഭകരുടെ കൂടെയാണ്, രാജ്യത്തിനെതിരാണ് എന്നുള്ളൊരു സാഹചര്യം ജനങ്ങളുടെ മനസ്സിൽ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രക്ഷോഭത്തിന് വരുന്ന സാധുക്കളുടെ, ഇതിൽ വിശ്വസിച്ച് തെരുവിലിറങ്ങുന്ന തല്ലുകൊള്ളാനായിട്ടുള്ള ആളുകളുടെ ക്യാനൻ ഫോഡർ എന്ന് പറയും, മുൻപിൽ മരിക്കുവാനായി വിട്ടുകൊടുക്കുന്ന പ്രക്ഷോഭകരുടെ എണ്ണം കൂട്ടാം. അത്തരത്തിലുള്ള കൃത്യമായ ആസൂത്രണത്തോടു കൂടി കൃത്യമായി, ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന സമരാഭാസം അമേരിക്കയിൽ നടന്നപ്പോൾ യൂറോപ്പിലും ഇന്തോനേഷ്യയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ജെൻസി എന്നുള്ള പേരിലുള്ള ഈ കലാപങ്ങൾ നടന്നപ്പോൾ ഉപയോഗിക്കപ്പെട്ട ടൂൾ കിറ്റിൻ്റെ ഭാരതീയ വേർഷനാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത്. അതേ പ്ലേ ബുക്ക്, അതേ കളിയിലുള്ള തന്ത്രങ്ങൾ. ഇതിനെ ഒരു കളി എന്ന് അല്ലെങ്കിൽ ഒരു വിനോദമെന്ന് വിശേഷിപ്പിക്കാൻ പാടുള്ളതല്ല. പക്ഷേ യുദ്ധമെന്ന് ഇതിനെ വിശേഷിപ്പിച്ചാൽ അവർക്ക് കൊടുക്കുന്നൊരു ബഹുമാനമായി പോകും. ഇത് ഒരു വലിയ ഗൂഢാലോചന, ചതിയായിരുന്നു, ഒരു വൃത്തികെട്ട സംരംഭമായിരുന്നു പാറ്റകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. തന്നെയുമല്ല, നിരവധി പോലീസുകാർ, പ്രത്യേകിച്ച് DSP റാങ്കിലൊക്കെ ഉള്ളവർ ഈ സമരക്കാരെ അടിച്ചമർത്തുവാൻ നിർദ്ദേശിക്കപ്പെട്ടതിനെ പ്രതിഷേധിച്ച് ജോലി രാജിവെക്കുന്നതായിട്ടുള്ള ഡീപ്പ് ഫേക്ക് AI വീഡിയോകൾ ഇറങ്ങിയിരുന്നു. അതും ഞാൻ നിങ്ങളെ കാണിക്കാം, ഒന്ന് കണ്ടു നോക്കൂ. मैं तत्काल प्रभाव से भारतीय पुलिस सेवा से अपना इस्तीफा सौंप रहा हूं। सरकार मुझसे ये उम्मीद कर रही थी कि मैं प्रेस के सामने आऊं और सड़कों पर अपने हक की मांग कर रहे छात्रों के बारे में सरासर झूठ बोलूं। मुझसे कहा गया कि मैं उन्हें अपराधी साबित करूं। मैं ऐसी किसी भी व्यवस्था का हिस्सा नहीं रह सकता जो मुझे सच बोलने से रोके और मासूम छात्रों को फंसाने के लिए मजबूर करे। ये छात्र कोई आतंकवादी नहीं है, ये हमारे देश का भविष्य है। मैंने पुलिस की नौकरी सच का साथ देने के लिए चुनी थी, झूठ बेचने के लिए नहीं। मैं सरकार के इस कृत्य का हिस्सा नहीं बन सकता। आज से मैं सरकार के साथ नहीं बल्कि इन छात्रों के साथ हूं। ഇത് ഇവിടുത്തെ കേരളത്തിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിരുന്നു, പങ്കുവെച്ച് വലിയ രീതിയിൽ ഇത് ആഘോഷമാക്കി മാറ്റിയിരുന്നു. സോനം വാങ്ചുക്കിൻ്റെ പോലും ഡീപ്പ് ഫേക്ക് AI വീഡിയോ ഇറങ്ങി, നിയമപാലകരെ പ്രതി ജനങ്ങളുടെ മനസ്സിലൊരു വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ. അതും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം, ഒന്ന് കണ്ടു നോക്കൂ. നിയമപാലകർ അന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ എന്നെ വിടൂ എന്നൊക്കെ അലറിയിട്ട് പോലും അവരെന്നെ തിരിഞ്ഞു നോക്കിയില്ല. ആ വീഡിയോ കണ്ടാൽ കുറച്ചെങ്കിലും ഒരു പരിചയമുള്ളവർക്ക് അതൊരു ഡീപ്പ് ഫേക്ക് ആണെന്ന് കൃത്യമായി മനസ്സിലാക്കും. പക്ഷേ വാട്സപ്പിലൂടെ ലഭിക്കുന്ന ഒരു 60-70 വയസ്സുള്ള വ്യക്തിയുടെ മനസ്സിൽ ആ വീഡിയോ ഉണ്ടാക്കുന്ന ഒരു ചിന്തകൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഉണർത്തുന്ന ഒരു വികാരം എന്തൊക്കെയായിരിക്കും, ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ സേനയും നിയമപാലക സംവിധാനത്തെയും കൃത്യമായി ലക്ഷ്യം വെച്ച് അവരുടെ മനോവീര്യം തകർത്ത് ഭാരതീയരുടെ മനസ്സുകളിൽ അവരെ പ്രതി വലിയൊരു വെറുപ്പ് സൃഷ്ടിക്കുവാനുള്ള കൃത്യമായ ആസൂത്രണം ചെയ്യപ്പെട്ട, ദീർഘകാല ആസൂത്രണത്തിൻ്റെ അവസാനം നടപ്പാക്കിയ വലിയൊരു പദ്ധതിയാണ് ഇപ്പോൾ പൊളിഞ്ഞ പാറ്റകൾ മലർന്നു വീണിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ഉദ്യമം നടന്നു എന്നുള്ളത് എനിക്കും നിങ്ങൾക്കുമുള്ളൊരു മുന്നറിയിപ്പാണ്, അതിലൊരു സംശയവും വേണ്ട. കാരണം അവരുടെ പദ്ധതി ജൂലൈ 20-ാം തീയതി നടന്ന പാർലമെൻറ്റിലേക്കുള്ള ജാഥ ഒരു ട്രയൽ റണ്ണായി ഉപയോഗിച്ച് അതിനപ്പുറത്തേക്ക് പോലീസുകാരെ ഒരു പരിധിവരെയെങ്കിലും നിർവീര്യമാക്കി നിർത്തി RPF-നെ കളത്തിൽ നിന്ന് പിൻവലിപ്പിച്ച് അതിനുശേഷം വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുക, അപ്പോൾ ജിഹാദികളെ പോലെയുള്ളവർ കളത്തിലിറങ്ങുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്നത്തെ സീക്കിംഗ് ദ ട്രൂത്ത് എന്ന പരിപാടിയുടെ ഒരു എപ്പിസോഡിൽ KV രാജശേഖരൻ സാർ പറഞ്ഞതുപോലെ പാതിരിമാർ വരെ
ഭാരതത്തിൻ്റെ അന്ത്യകൂദാശ ചെയ്യാനാണ് അവിടെ എത്തിയത്. പക്ഷേ കർമ്മഫലം കാരണം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു മഹിമ കാരണം അവർ അന്ത്യകൂദാശ ചെയ്തത് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്ക് വേണ്ടിയിട്ടായിപ്പോയി. പാതിരികൾ, ജിഹാദികൾ, ഒരു പാശ്ചാത്യ ശക്തികൾ, പാകിസ്ഥാനികൾ, ഇവരെല്ലാവരും പരസ്പരമുള്ള വൈരുദ്ധ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുതയും എല്ലാം മറന്ന് ഭാരതത്തിനും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ഒന്നായി ചേർന്ന് നടത്തിയ വൃത്തികെട്ട ഒരു ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ അരങ്ങേറിയത്. അതും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, നമ്മുടെ നിയമപാലന സംവിധാനത്തെയും സൈന്യത്തെയും ലക്ഷ്യമിട്ട് കൃത്യമായ ലക്ഷ്യം വെച്ച് തന്നെ കുറി വെച്ച് താക്കുക എന്ന് തമിഴിൽ പറയും. അതായത് ലക്ഷ്യം വെച്ച് ആക്രമിക്കുക, കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ആക്രമണം നടത്തുക. അവരുടെ ലക്ഷ്യം സൈന്യവും നമ്മുടെ നിയമപാലകരുമായിരുന്നു. അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇന്ന് കയ്യിലെടുത്തതും ഇത്രയും ഡീപ്പ് ഫേക്ക് വീഡിയോകളും അവരുടെ വ്യാജ പ്രചരണങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതും. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അവ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.